ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മീനാണ്. മീൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് 1/2 കിലോ അളവിലുണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് മോത മീനാണ്. ഏത് മീനായാലും കുഴപ്പമില്ല, നല്ല ദശ കെട്ടിയുള്ള മുള്ളില്ലാത്ത മീൻ നോക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചുവന്ന മുളക് പൊടി എരിവുള്ളത്, 1/4 ടീസ്പൂണിന്റെ പകുതി അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ മീൻ മസാല പുരട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരല്പം കൂടി കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലതാണ് അങ്ങനെ ചേർത്താൽ. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൽ കൂടാതെ ഇതാ ഒരു ഐറ്റം ഉണ്ട്, എന്താന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്തിനാണെന്നോ, ഇങ്ങനെ ചേർക്കുമ്പോൾ മീനിന് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം മസാലപ്പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരല്പം കൂടി ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് മീനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം, ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് മീൻ കഷ്ണങ്ങൾ എടുത്ത് ഞാൻ ചുറ്റിനും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, എല്ലാത്തിലും ഒരേ അളവിൽ മസാല പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് എല്ലാത്തിൻ്റെ ഓരോ സൈഡിലേക്ക് ആദ്യം പുരട്ടാണ്, പിന്നെ മറുവശവും പുരട്ടി 2 സൈഡിലും നന്നായിട്ട് മസാല പിടിച്ച് കിട്ടണം. ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മീനിൽ പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടും, പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം തന്നെ ഞാൻ റൈസ് എടുക്കുകയാണ്. ഇത് ലോങ് ഗ്രെയിൻസ് റൈസാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ചെറുതായിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ച് ഊറ്റിയെടുക്കാനാണ് പോകുന്നത്, സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്, അത് പ്രത്യേകിച്ച് ഞാൻ തരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ സ്പൈസസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് മീനിന് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതാ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇപ്പം ഞാൻ ചോറൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഏകദേശം 10-15 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മീനെല്ലാം ഇതിലേക്ക് പെറുക്കി വയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നെയ്മീനേക്കാളും ബെറ്ററാണ് തോന്നുന്നു കേട്ടോ ഈ മോതമീൻ എന്ന് പറയുന്നത്. നല്ല ദശക്കട്ടിയൊക്കെ ഉണ്ട്, മുള്ളൊട്ടും തന്നെ ഇല്ല. അപ്പോൾ അതവിടെ മൊരിഞ്ഞോണ്ടിരിക്കുകയാണ് മീൻ. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മീനിന് മസാല തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 വലിയ സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇതുപോലെ നൈസായിട്ട് സ്ലിറ്റ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഗ്രേവി നല്ല നൈസായിട്ട് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോഴേക്കും മീനിൻ്റെ ഒരു സൈഡ് ഞാൻ മറിച്ച് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെയിം ടൈം തന്നെ ഇങ്ങനെ ആക്കിയോളും. നിങ്ങൾ ഈ രീതി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതവിടെ മൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ മസാല വഴറ്റാം. ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പച്ചമുളക് സവാള ഒരുമാതിരി വഴണ്ട് കഴിയുമ്പോഴേക്കാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ കുനുകുന അരിഞ്ഞതാണ് കേട്ടോ. തക്കാളിയുടെ കൂടെ കുറച്ച് മല്ലിയില പുതിനയിലൊക്കെ കട്ട് ചെയ്തത് പോന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാനല്ല കട്ട് ചെയ്തത്, എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞായിരുന്നു സവാള മുറിച്ചപ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽപ്പേഴ്സൊക്കെ ഇവിടെ ചുറ്റിനും വന്ന് അവരൊക്കെ കൂടി ചെയ്തു തന്നാ കേട്ടോ. സവാള മുറിച്ചതാണ് കേട്ടോ ഇപ്പം. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായി ഇപ്പോൾ ഇവിടെ. അപ്പം എനിക്ക് സവാള കട്ട് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഹെൽപ്പേഴ്സ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ചുറ്റിനും. അപ്പോൾ അവരുടെ വകയാണ് കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ കട്ടായത് പോകുന്നു, കുഴപ്പമില്ല. അപ്പം അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഗ്രേവി എന്ന് പറയുമ്പോൾ നല്ല മോയ്സ്ചറായിട്ടാണ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വെക്കാം. അപ്പോഴേക്കും ഈ തക്കാളി സവാള എല്ലാം കൂടി ഒന്ന് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇതുപോലെ കണ്ടോ. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അവിടെ മീനിൽ പുരട്ടാൻ കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി, അതുപോലെ ഇവിടെയുണ്ട്. അപ്പം 1/4 ടീസ്പൂൺ അളവിലായിട്ടുള്ളൂ. ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഗരം മസാല പൊടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിങ്ങോട്ട് മുഴുവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ ഫിഷിന് ചേർക്കുന്ന മസാലയാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മോയിസ്റ്റ് ആവും. പിന്നെ നമുക്ക് മല്ലിയില പുതിനയില കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹാഫ് നമുക്ക്
ലാസ്റ്റ് ടൈമിൽ ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ നല്ലൊരു ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി അങ്ങ് ഇതേപോലെ ആക്കി സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദം ഇടാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഏകദേശം കഴിഞ്ഞ് ചോറ് അവിടെ ആയിട്ടുണ്ട്, മീൻ ഫ്രൈ ആയി കഴിഞ്ഞു, മസാലയും തയ്യാറായി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. 2 സൈഡും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ദം ഇടാൻ പോവാണ് കേട്ടോ. മീനിൻ്റെ ദം ഇട്ടിട്ട് ഇതിൻ്റെ മേലിൽ ചോറാക്കിയിട്ട് നമ്മൾ ഫിഷിൻ്റെ ദം ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഗ്രേവിക്ക് മീനിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവില്ല ആക്ച്വലി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ മീനെല്ലാം നമ്മൾ ഈ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം ആദ്യം തന്നെ. അപ്പോൾ ആദ്യം മസാലയുടെ മേളിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ 2 സൈഡിൽ നമുക്ക് ഈ മസാല പിടിച്ച് കിട്ടും നന്നായിട്ട്. ഇതാ ഇതുപോലെ കുറച്ച് കോരി അതിൻ്റെ മേളിലേക്കും വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനൊരു 4 പീസാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പീസ് എടുത്തിട്ടുണ്ടോ അതെല്ലാം ഇപ്പോൾ ഇവിടെ നിരത്തി വെക്കാം കേട്ടോ. ഇതേപോലെ ആക്കി വെക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേവിയിലേക്ക് മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി കിട്ടും. ഞാനങ്ങനെ മാറ്റി 2-3 പീസ് വെച്ചിട്ടുണ്ട്. അതായത് കണ്ടോ, കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു തമ്പനെയിൽ എടുക്കാനും പിന്നെ ഇതിൽ കാണിക്കുമ്പോഴൊക്കെ മേളിൽ മീനിൻ്റെ പീസ് കാണണം, അതിന് വേണ്ടിയിട്ട് മാത്രം വെച്ചാൽ കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണ്ട. അപ്പം നമ്മളുടെ ചോറോടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് തയ്യാറാക്കാൻ പോവാണേ. നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇത്രയും സ്പൈസസ്, പിന്നെ ഒരല്പം സവാള അരിഞ്ഞതും, പിന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതായത് പെരിഞ്ചീരകം, ഗ്രാമ്പു, പട്ട, കറയാമ്പു, തക്കോലം, കുരുമുളക്, അത്രയുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കുറേശ്ശെ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം കൂടി എണ്ണ ചൂടാക്കിയ ശേഷം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ തൊട്ടുപുറകെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണും ഒരു 1/2 സവാള മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ ചോറിലേക്ക് നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കണമല്ലോ റൈസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് തന്നെയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഞാനതാ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വറ്റിച്ച് വേവിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് ഓരോ റൈസിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഈ റൈസ് എന്ന് പറയുന്നത് ആക്ച്വലി ലോങ് ഗ്രെയിൻസ് റൈസാണ്, ബസ്മതി റൈസ് അല്ല ഇത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് വെള്ളത്തിൽ വേവിച്ച്, ഇതിനകത്തൊന്നും ഫ്ലേവർ ഒന്നും പോവാനില്ല, വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുത്തത്. നല്ല ഫ്ലേവറുള്ള കൈമ റൈസിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വറ്റിച്ച് തന്നെ ചെയ്യണം. അങ്ങനെ നമ്മൾ ഓരോ റൈസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അങ്ങനെ വറ്റിച്ച് കഴിയുമ്പോൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം വയ്ക്കുക, 1 വിസിലടിക്കുക. അതെല്ലാം നിങ്ങൾ ഓപ്പൺ പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വയ്ക്കുക, വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല തയ്യാറാക്കി നേരത്തെ വെച്ചില്ലേ, ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി ആ മസാല അങ്ങനെ ഇരിക്കണം കേട്ടോ. അതിൻ്റെ മേളിലേക്ക് ഈ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിനകത്തൊക്കെ നന്നായിട്ട് ഫ്ലേവർ ഇറങ്ങി കാണും. ഞാൻ ഇതിനിടയ്ക്ക് ഇതേ കശുവണ്ടി, കിസ്മിസ്, സവാളയൊക്കെ ഇവിടെ എനിക്ക് വറുത്ത് തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അസിസ്റ്റന്റ്മാരൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ചോറിൻ്റെ മീതയിലേക്ക് വിതറാണ്. എന്നിട്ട് നമ്മുടെ പുതിനയില മല്ലിയില കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് അതൊക്കെ അങ്ങ് വിതറി കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പം ഇത് വയ്ക്കുന്നത് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ശരിക്കും താഴ്ത്ത് തന്നെ വെക്കേണ്ടതായിരുന്നു, ഏറ്റവും ബോട്ടമിൽ വെക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇത് മീതെ വയ്ക്കുന്നതന്നല്ലേ, നിങ്ങളങ്ങനെ വെക്കണമെന്നില്ല. അപ്പം ഞാൻ ആ ഫിഷൊക്കെ ഇങ്ങനെ 3 ബാക്കി വെച്ചിട്ട് മസാലയായിട്ട് മീതയിൽ വയ്ക്കുന്നു. ജസ്റ്റ് കാണണമല്ലോ, നമുക്കിപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കാണേണ്ടി വരും. അപ്പം ഇനി ഒരു ദോശക്കല്ലോ എന്തെങ്കിലും പാനോ എടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട ശേഷം തീ നല്ല ലോയിലേക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ദം ഉണ്ടല്ലോ അതങ്ങ് കയറ്റി വയ്ക്കുക. 5 മിനിറ്റ് തൊട്ട് 7 മിനിറ്റ് വരെ ഇങ്ങനെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പം നമ്മുടെ ദം ഫിഷ് ബിരിയാണി ഫിഷ് ദം ബിരിയാണി സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ആയി വരുന്നത് കണ്ടോ, നന്നായിട്ട് ദം ചെയ്ത് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് അത് സെറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാം. അപ്പം നമുക്കിനി സെർവ് ചെയ്യാമല്ലോ. ഇതാ കണ്ടോ, നല്ല ദം ബിരിയാണിയുടെ സെറ്റിങ്ങിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് മസാല ഉണ്ട്, അതുപോലെ തന്നെ മീനും മസാലയും ചോറും കൂടി ഞാനിങ്ങനെ ഒരുമിച്ച് കോരി എടുത്തിട്ടുള്ള കേട്ടോ. ഒരിക്കലും ഇതൊന്നും അടി പിടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ടിട്ട്, ഒരിക്കലും അടി പിടിക്കില്ല. ഇതേപോലെ തന്നെ ചെയ്താൽ മതി, നന്നായിട്ട് ദം ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മൾ റൈസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അസലായിട്ടുള്ളൊരു ദം ബിരിയാണിയാണ് കേട്ടോ ഇത്. പിന്നെ എൻ്റെ കൈ ഇങ്ങനെ ഡാമേജ് ആയതുകൊണ്ട് ഞാൻ സ്പൂൺ എടുത്തിട്ട് കഴിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റൊക്കെ. ഇത് നമ്മുടെ മീൻ ദം ചെയ്ത താഴ്ത്തുണ്ടായിരുന്ന മീൻ ഉണ്ടല്ലോ അതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും ഹാർഡും അല്ല, എന്നാൽ നല്ല സ്റ്റിഫായിട്ട് ഇരിപ്പുണ്ട്.
ചോറും മീനും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ നന്നായിട്ട് ഈ മസാലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ കിട്ടിയതാണ് കേട്ടോ. ദാദാ നോക്കിക്കേ, നിങ്ങൾ ഇത് കണ്ടറിയാം എന്താ ഇതിൻ്റെ രുചി എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല ടേസ്റ്റിയസ്റ്റ് ബിരിയാണി എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, ഇത് ആക്ച്വലി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത്രയും സൂപ്പറായിട്ട് ഞാനൊരു കശുവണ്ടിയൊക്കെ എടുത്ത് തിന്ന് നോക്കട്ടെ. ഇത്രയും സൂപ്പറായിട്ടുള്ള ഒരു ബിരിയാണി ഇനി ഇതിന് മേലേൽ ഇനി സ്വപ്നങ്ങളിൽ മാത്രം തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടാണ് ഇത് തയ്യാറായിട്ടുള്ളത്. എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്യുക. ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആവില്ല. അത്രയ്ക്കും രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. ഈ ഫിഷ് ദം ബിരിയാണിക്ക് ഒരു ലൈക്ക് കൊടുക്കാതെ ആരും പോവല്ലേ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഷെയർ ചെയ്യാനും പിശുക്കൊന്നും കാണിക്കരുത്. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇനി പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.